ചക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം മനസ്സിൽ വരുന്നില്ലേ? മഴക്കാലം, ചക്കയുടെ മണം, വീട്ടിലെ മുതിർന്നവർ ചക്ക മുറിക്കുന്നു, നമ്മൾ ചുറ്റും കൂടുന്നു. എത്ര രസകരമായ ഓർമ്മകൾ! വീട്ടുകാർ ഒത്തുകൂടി ചക്ക കഴിക്കുന്ന രംഗം മനസ്സിൽ തെളിയുന്നു. ഇത് നമ്മളെ പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു പഴം, അത് 30 കിലോ വരെ വളരും. ഒരു പഴം, കറി മുതൽ ഹൽവ വരെ എല്ലാം ഉണ്ടാക്കാം. ഒരു പഴം ശരീരത്തിന് സൂപ്പർ എനർജി നൽകും. അത് എന്ത് പഴമാണ് എന്ന് അറിയാമോ? അതാണ് നമ്മുടെ സ്വന്തം ചക്ക. ലോകത്തിലെ ഏറ്റവും വലിയ പഴം ഏതാണെന്ന് അറിയാമോ? അതെ, നമ്മുടെ സ്വന്തം ചക്ക. പക്ഷേ ഇത് ഒരു സാധാരണ പഴമല്ല, ഇതൊരു സൂപ്പർ ഫുഡാണ്. ചക്കക്ക് വെറും രുചി മാത്രമല്ല, അതീവ പോഷകസമൃദ്ധമാണ് ചക്ക. ഇതിൽ വിറ്റാമിൻ സി, ഫൈബർ, പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചക്കയുടെ ഗുണങ്ങൾ നോക്കാം. ശരീര പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, ദഹനം മെച്ചപ്പെടുത്തും, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, കാൻസർ തടയുന്നു. ഇതുകൊണ്ട് തന്നെ പലരും ചക്കയെ നാച്ചുറൽ എനർജി ഫുഡ് എന്ന് വിളിക്കുന്നു. ചക്ക കേരളത്തിന്റെ സ്വന്തം ഫലമാണ്. ചക്ക ജാക്ക് ഫ്രൂട്ട് എന്ന പേരിലാണ് ലോകത്ത് അറിയപ്പെടുന്നത്. മരത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ പഴം ചക്കയാണ്. ഒരു ചക്കയ്ക്ക് 10 കിലോ മുതൽ 30 കിലോ വരെ ഭാരമുണ്ടാകാം. ചക്കയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പഴുത്ത ചക്ക മധുരമുള്ള പഴമായി കഴിക്കാം. പഴുത്തിട്ടില്ലാത്ത ചക്ക കറി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. അതുപോലെ ചക്ക ചിപ്സ്, ചക്ക പുഴുക്ക്, ചക്ക വരട്ടി, ചക്ക ഹൽവ, ചക്കത്തോരൻ, ഇങ്ങനെ പല രുചികളിലും ചക്ക നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ചില രസകരമായ കാര്യങ്ങൾ നോക്കൂ. പ്ലാവ് വലിയ ആയുസ്സുള്ള മരമാണ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇത് വളരുന്നു. ചില രാജ്യങ്ങളിൽ ചക്ക വെജിറ്റേറിയൻ മീറ്റായി ഉപയോഗിക്കുന്നു. കേരളത്തിലെ ഗ്രാമങ്ങളിൽ ചക്ക ഒരു ഭക്ഷണം മാത്രമല്ല, ഒരു സംസ്കാരമാണ്. മഴക്കാലത്ത് ചക്ക വീട്ടിലുണ്ടെങ്കിൽ വിശപ്പിന് ഒരിക്കലും ക്ഷാമമുണ്ടാകില്ല എന്നാണ് പഴമൊഴി. പ്ലാവ് നട്ട് കാഴ്ചു തുടങ്ങിയാൽ വർഷങ്ങളോളം ഫലം നൽകും. ഓരോ വർഷം കഴിയുന്തോറും ചക്ക കൂടുതൽ നൽകും. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചർ ഫുഡ് ആയി കണക്കാക്കുന്നു. പ്ലാവ് വളരാൻ എളുപ്പമാണ്. അധിക പരിപാലനമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലെ ഓരോ വീട്ടിലും ഒരു പ്ലാവ് ഉണ്ടാകും. കൂടാതെ ചക്കയിലുള്ള പ്രകൃതിദത്ത പഞ്ചസാര ശരീരത്തിന് എനർജി നൽകും. അതുകൊണ്ട് തന്നെ ഇത് ഒരു നാച്ചുറൽ എനർജി ബൂസ്റ്റർ ആണ്. ചക്കയുടെ ഉത്ഭവം ദക്ഷിണ ഇന്ത്യയിലും ദക്ഷിണേഷ്യയിലുമാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാണ് ചക്ക. പഴയകാലത്ത് അരി ലഭിക്കാത്ത സമയങ്ങളിൽ ചക്ക തന്നെ പലർക്കും പ്രധാന ഭക്ഷണമായിരുന്നു. അതുകൊണ്ട് തന്നെ ചക്കയെ പാവങ്ങളുടെ രക്ഷകൻ എന്നും വിളിച്ചിരുന്നു. പ്ലാവ് വളരെ ശക്തമായ ഒരു വൃക്ഷമാണ്. 50 വർഷം വരെ ആയുസ്സുണ്ട്. ഒരിക്കൽ നട്ടാൽ വർഷം തോറും ഫലം ലഭിക്കും. മഴയും ചൂടും എല്ലാം താങ്ങാനുള്ള കഴിവ് പ്ലാവിനുണ്ട്. ഒരു ചക്കമരത്തിൽ വർഷത്തിൽ 50 മുതൽ 200 വരെ ചക്കകൾ വരെ ലഭിക്കാം. ഇത് കർഷകർക്ക് ഒരു വലിയ ആശ്വാസവും വരുമാന മാർഗവുമാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ ചക്കയും അധികമായാൽ ചില പ്രശ്നങ്ങളുണ്ട്. 1, അധികമായി കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം. 2, ഷുഗർ ഉള്ളവർ മിതമായി കഴിക്കുക. മിതമായി കഴിച്ചാൽ മാത്രമേ ചക്കയുടെ മുഴുവൻ ഗുണങ്ങളും ലഭിക്കുകയുള്ളൂ. ചക്കയോളം വളർന്ന ഓർമ്മകൾ ഇന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഇത്രയും ഗുണങ്ങളുള്ള ചക്ക ഇനി നിങ്ങൾ ഒഴിവാക്കുമോ? ചക്ക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ. ചക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം മനസ്സിൽ വരുന്നില്ലേ? മഴക്കാലം, ചക്കയുടെ മണം, വീട്ടിലെ മുതിർന്നവർ ചക്ക മുറിക്കുന്നു, നമ്മൾ ചുറ്റും കൂടുന്നു. എത്ര രസകരമായ ഓർമ്മകൾ! വീട്ടുകാർ ഒത്തുകൂടി ചക്ക കഴിക്കുന്ന രംഗം മനസ്സിൽ തെളിയുന്നു. ഇത് നമ്മളെ പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യൂ. അഭിപ്രായം കമന്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.